ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള ഒരു വീഡിയോസാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ട്രിപ്പ്, കൊടൈക്കനാൽ ട്രിപ്പ്, നമ്മുടെ ലീഡർഷിപ്പ് കോൺഫറൻസ് പ്രോഗ്രാം പല പാട്ടുകളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു പാട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആളുകൾ പാർട്ട് 1 കാണുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ യാത്രയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ റിസോർട്ടിലെ സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ്, നമ്മുടെ പ്രോഗ്രാം ഒക്കെ മറ്റു പാട്ടുകളായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പല കാരണങ്ങളാൽ അച്ചീവ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അച്ചീവ് ചെയ്ത ആളുകൾക്ക് പോലും പല കാരണങ്ങളാൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നുണ്ടാവും. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് ഗോവ, മലേഷ്യ ഒക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ കോഴിക്കോട് നിന്ന് ബസ്സിനായിരുന്നു, ഏകദേശം 35ഓളം ആളുകൾ നമ്മളൊരു ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ രാമനാട്ടിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ആ ഒരു ട്രിപ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ലീഡേഴ്സിനൊക്കെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിജയ് സാറിൻ്റെ വൈഫ് ജിംഷ മാഡം വലിയ രീതിയിലുള്ളൊരു എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നല്ല രീതിയിൽ ആ ഒരു ട്രിപ്പ് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും പോയിട്ട് ഹാപ്പി ആയിട്ട് വരാനും വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് പാട്ട് പാടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു ട്രിപ്പ് വളരെ ധന്യമാക്കി. അപ്പോൾ യാത്ര വളരെ മനോഹരമാക്കിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മളെ യാത്ര 8 മണി 9 മണിക്കുള്ളിൽ കാലിക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പുലർച്ചയോട് കൂടി ഏകദേശം 3:30-4 മണിയോട് കൂടിയാണ് നമ്മൾ പളനിയിലെത്തിയത്. പളനിയിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ ക്ഷേത്ര സന്ദർശനം നടത്തുകയും ബാക്കിയുള്ള ആളുകൾ അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രാവിലെയാണ് വീണ്ടും അവിടുന്ന് നമ്മൾ കൊടൈക്കനാലിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള ചില ഫോട്ടോസാണ് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് വിശേഷങ്ങൾ കാണാം. വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോരായുഗത്തിൽ, വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോരായുഗത്തിൽ, കയ്യറയും കയ്യറയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ റിസോർട്ടിലെത്തിയിട്ടുള്ളത്. സ്റ്റെർലിംഗ് കൊടൈ വാലി റിസോർട്ട്സിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസ് വഴി അങ്ങനെ മുകളിലേക്ക് ഒരു ചെറിയൊരു കയറ്റാണ്. അതിങ്ങനെ കയറി പോകുന്ന സമയത്ത് നമുക്ക് വലത്ത് സൈഡിലായിട്ട് ഒരുപാട് റൂമുകളും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല കാഴ്ചകളും ഒക്കെ കണ്ടങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ മുകളിലേക്ക് കയറും തോറും കൂടുതൽ റൂമുകൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. രണ്ട് സൈഡിലും ചെറിയ ചെറിയ കോട്ടേജ് മോഡലിൽ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ ആ ഒരു ആംബിയൻസിന്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു മൊത്തം പ്രോപ്പർട്ടി തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ അവരുടെ റൂമുകളൊക്കെ ഒരു വൈറ്റ് കളർ പെയിൻ്റൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്നുള്ള വ്യൂസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മൊത്തം ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ, അതായത് മെയിൻ ഫ്രണ്ട് സൈഡിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് അവിടെ എത്തി പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രൻസ് മുതൽ നമ്മൾ പാർക്കിംഗ് വരെയുള്ളൊരു ഷോട്ട് ഈ ഒരു വീഡിയോയിലുണ്ടാവും. അതിനുശേഷം നമ്മൾ ബാക്കി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിങ്ങനെ കയറി പോകുന്ന സമയത്ത് നമുക്ക് നമ്പർ ഇട്ടത് കാണാൻ വേണ്ടി പറ്റും. ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെയുള്ള റൂം എന്നുള്ള രീതിയിൽ ബോർഡ് കാണുന്നുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന ബിൽഡിങ്ങൊക്കെ ഫുള്ള് റൂമുകളാണ്. താഴെ നിലയിലും മുകളിലെ നിലയിലൊക്കെ റൂമുകൾ തന്നെയാണ്. സെപ്പറേറ്റ് റൂമുകളാണുള്ളത്.
എനിക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യം 408 റൂമായിരുന്നു. പിന്നീട് ചെറിയൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റൂമിൽ 3 ആളുകളുള്ള റൂമിലേക്ക് ഞാനും ജലീൽ സാറും നൗഫൽ സാറും കൂടെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 റൂം കാണിക്കുന്നുണ്ടാവും, 408 റൂമും കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം ഞാൻ അവിടുന്ന് മാറിയിട്ട് 310ലേക്ക് ജലീൽ സാറിൻ്റെ പോലെ ആ ഒരു റൂമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 റൂം ഓപ്പൺ ആക്കുന്ന വീഡിയോ ചിലപ്പോൾ ഇതിൽ കാണുന്നുണ്ടാവും. ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു എനിക്ക് റൂം ഉണ്ടായിരുന്നത്. നേരത്തെ ഫസ്റ്റ് ടൈമിൽ താഴെ ഒരു ബിൽഡിങ്ങിൽ 408 എന്നുള്ള ഒരു റൂമിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് മാറിയ സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് മാറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ജലീൽ സാർ അതുപോലെ തന്നെ ടീമിലെ നൗഫൽ ബാബു സാറും ഉണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിങ് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് കയറി വരുന്ന സമയത്തിനൊരു പാത്വേയും അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുള്ളൊരു രീതിയിൽ 2 സൈഡിലും ഡോറ് വരുന്ന രീതിയിൽ ഓരോ റൂമുകൾ ഓരോ സൈഡിലും അങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. 1 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തി അവിടെ നമ്മൾ റിസപ്ഷനിൽ ക്ലാരം ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. റിസപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അതിന് പ്രത്യേകം നമ്മുടെ റൂം നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ റൂം നമ്പറും പേരും ഒക്കെ ഒരു ബാഗിൻ്റെ ടാഗിൽ എഴുതിയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ശേഷം നമ്മൾ റിസപ്ഷനിലൊക്കെ ഒന്ന് കയറി. അടിപൊളി, നല്ലൊരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് നമ്മൾ കയറി ചെന്ന സമയത്ത് കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജിനി സാർ, അതുപോലെ തന്നെ ജോമേഷ് സാറ്, നമ്മുടെ തമിഴ്നാടിൻ്റെ പളനിയപ്പൻ സാർ, അതുപോലെ തന്നെ കമ്പനിയുടെ മറ്റ് സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ പേര് എഴുതിയിട്ടുള്ള പ്രത്യേക നമ്മൾ ഈ ഒരു ലീപ്പ് കോൺഫറൻസിലേക്കുള്ള ഒരു വെൽക്കം കിറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ പേരിലുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വെൽക്കം കിറ്റ് തന്നെ നമുക്ക് ഒരു ഗ്രീൻ ടീയും അതുപോലെ തന്നെ ഒരു മൈറ്റീൻ മണ്ണ്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു വെൽക്കം കാർഡ്, നമ്മുടെ റൂമിൻ്റെ കീ ഒക്കെ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ശേഷം നമ്മളെ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ അവർ തന്നെ എടുത്തിട്ട് നമ്മുടെ റൂമിലേക്ക്, ഏതാണോ നമുക്ക് ലഭിച്ചിട്ടുള്ള റൂം, ആ റൂമിലേക്ക് അവർ തന്നെ നമ്മൾ എത്തിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം ദൂരമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ നടന്നിട്ട് മുകളിലേക്കൊക്കെ പോയിട്ട് കയറാനുള്ള റൂമുകളുണ്ട്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാഹന സൗകര്യം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള റൂം 408 ആയിരുന്നു. ഞാനും അമീർ ഷാജിയും കൂടെ ആയിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്. പിന്നീട് അവിടുന്ന് ഞാൻ മാറിയിട്ട് മറ്റൊരു 310ലേക്ക് ഞാൻ പോകുന്നുണ്ട്. അത് അവിടെ 3 ആളുകളെ ഉൾക്കൊള്ളുന്നൊരു റൂം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് ഒരാളെ ഇങ്ങോട്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മാറിയതായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്റ്റെർലിംഗ് കോളേജ് വാലി റിസോർട്ടിൽ ഇപ്പോൾ എത്തി. നമുക്ക് ഇതാ റൂം കിട്ടി. നമുക്ക് അതോടുകൂടെ നമുക്ക് വെൽക്കം കിറ്റൊക്കെ നമ്മൾ കമ്പനി തന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂം 408 നമ്മുടെ റൂമിൻ്റെ നമ്പർ. ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ റൂമുകൾ കാണാം. വളരെ മനോഹരമായിട്ടുള്ള റൂമാണ് നമുക്ക് തന്നത്. ഇതൊന്നും ഒരു സാധാരണക്കാരൻ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഇത് നമ്മൾ ചിലവാക്കിയിട്ട് നമ്മൾ പോകില്ല. അതാണ് ഈ കമ്പനി ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കൊടൈക്കനാലിലേക്ക് തന്നെ വരുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മളതിന് സമയം കണ്ടെത്തുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കമ്പനി ഇങ്ങനെ ട്രിപ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ പോകാൻ നമ്മൾ നിർബന്ധിക്കാതെ നമുക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കാതെ തന്നെ നമുക്കൊരു ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് മോദിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഹനീഫ്ക, എല്ലാവർക്കും അറിയാം ഹനീഫ്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. എന്താ പറയുക, എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ശരിക്കും ഹനീഫ്ക. എന്ത് പറയണേ? സൂപ്പർ അല്ലേ? ഓക്കെ. വർഷങ്ങളായിട്ട് നമ്മുടെ ബിസിനസ്സിൽ വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഹനീഫ്ക. പല പ്രോഗ്രാമുകളിലും ഒരുപക്ഷെ പല സാധ്യതകൾ ഉണ്ടായിട്ടും ഒരുപക്ഷെ ബിസിനസ്സിലോ പ്രോഗ്രാമുകളിലോ വലിയ സാന്നിധ്യം അറിയിക്കാത്ത പല ആളുകൾക്കും വലിയൊരു മാതൃകയാണ് നമ്മുടെ ഹനീഫ്ക. പക്ഷേ പല ജില്ലകളിൽ പോലും വലിയ രീതിയിൽ ടീം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും വലിയ വിജയങ്ങൾ ആശംസിക്കുകയാണ് ഹനീഫ്ക്കയ്ക്ക്. സൂപ്പർ. ഇല്ല, ഞാൻ അപ്പുറത്തുണ്ട്. ഇവിടെയും നമ്മുടെ ടീമിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് റൂമുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. മുന്നിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഹാള്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ബിൽഡിങ്ങിലായിരുന്നു. നമ്മളുള്ളത് റിസോർട്ടിൻ്റെ മുകളിലാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ, കോട കാര്യങ്ങളൊക്കെ ആയിട്ട്. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു റിസോർട്ടിൻ്റെ എല്ലാ റൂമുകളായിക്കോട്ടെ, ഓരോ ഭാഗങ്ങളായിക്കോട്ടെ, ഫുള്ള് വൈറ്റിൽ കാണുന്നുണ്ടാവും അല്ലേ? എല്ലാ ബിൽഡിങ്ങുകളും വൈറ്റിൽ, ഓരോ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. താഴെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. സ്റ്റെർലൈ എന്തിനാ മാറിപ്പോയി? സ്റ്റെർലിംഗ് മാണ്ടൻ്റെ ഉണ്ടല്ലോ. സ്റ്റെർലിംഗ് ആണേ, സ്റ്റെർലിംഗ്. അപ്പോൾ ഈ ഒരു റിസോർട്ട് സ്റ്റെർലിംഗ് കൊടൈവാലി റിസോർട്ട് കൊടൈക്കനാലാണ്. എന്താ പറയുക, അടിപൊളി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ റൂം സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും 2 ദിവസത്തെ പ്രോഗ്രാം വളരെ അടിപൊളിയായിട്ട് നമുക്ക് കമ്പനി മാനേജ്മെൻറ്റ് അത് വളരെ നല്ല രീതിയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഫുഡായിക്കോട്ടെ, മറ്റുള്ള അക്കോമഡേഷന് കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിരുന്നു. ഫുഡ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റിട്ടേൺ പോരാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ലീഡേഴ്സൊക്കെ എത്തിയിട്ട് എല്ലാവരും അവരുടെ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് ബസ്സിൽ കയറുകയാണ്. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ശേഷം നമ്മൾ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ലേക്കിലും കൂടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് ആളുകൾ കുതിരപ്പുറത്തേക്ക് കയറി. അല്പം വൈകിയത് കൊണ്ട് മറ്റുള്ള സർവീസുകളൊക്കെ ഉണ്ടായി, ബോട്ട് സർവീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ടൈം വൈകിയത് കൊണ്ട് അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കുതിരപ്പുറത്തേക്ക് കയറി ഒന്നൊക്കെ ആസ്വദിച്ച് വന്നു. ഏതായാലും ഒന്നും പറയാനില്ല. നമ്മുടെ യാത്രയായാലും അതുപോലെ തന്നെ അവിടുത്തെ പ്രോഗ്രാം ആയാലും വളരെ നല്ല രീതിയിലാണ് നമുക്ക് അത് കിട്ടിയിട്ടുള്ളത്. അതിന് എല്ലാ ലീഡേഴ്സിനും, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ടീം ഗ്ലോബൽ അസോസിയേറ്റ്സ് ജിഷ സാർ, ദിനേശ് സാർ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി മാനേജ്മെൻറ്റ് ടീം, എല്ലാവർക്കും നമ്മുടെ മറ്റെല്ലാ അപ്ലൈൻ ലീഡേഴ്സിനും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമാവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് കൂടി കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു വിജയങ്ങൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് പാർട്ടും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും പരമാവധി വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. അത്രമാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ.